ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലൊരുക വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. സ്നേഹമാക സ്നേഹമേക സ്നേഹത്തിനൾത്താരയിൽ, സ്നേഹമാക സ്നേഹമേക സ്നേഹത്തിനൾത്താരയിൽ, ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞൊന്നു ചേരാം ജീവിതം ബലിയാകുവാൻ. വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും അനുഗ്രഹവും സമാധാനവും നിങ്ങളോടും കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ അനന്തമായ സ്നേഹം പ്രകടമാകുന്ന ഈ ദിവ്യയാഗം അർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചേറ്റ് പറയാം. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, കാരുണ്യം നമ്മുടെ മേൽ വർഷിക്കുവാനായിട്ട് കരുണയുടെ ഈശോയുടെ തിരുനാൾ ദിവസം ഈ തിരുനാൾ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് ഭവനങ്ങളിലായിരിക്കുന്ന നമുക്ക് അരൂപിക്കടുത്ത ഒരുക്കത്തോട് പങ്കുചേർന്നുകൊണ്ട് ഈ ബലിക്കായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വേഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.
യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ കാരുണ്യം അളവറ്റതും നന്മയുടെ നിധി അനന്തവുമാണല്ലോ. അങ്ങേക്ക് പ്രതിഷ്ഠിതരായ ജനത്തിന്റെ വിശ്വാസം കാരുണ്യപൂർവ്വം വർദ്ധിപ്പിക്കണമേ. അങ്ങനെ അവരുടെ സ്നേഹത്താലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെന്നും അങ്ങയുടെ രക്തത്താലാണ് അവർ വീണ്ടെടുക്കപ്പെട്ടതാണെന്നും അവരുടെ ആത്മാവാണ് നവജന്മം പ്രാപിച്ചിരിക്കുന്നു എന്നും എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ, അങ്ങയുടെ കരുണയുടെ കൃപയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് കരകയറുവാൻ കാരുണ്യത്തിന്റെ കൃപയുടെ ഈ തിരുനാള് അനുഗ്രഹപ്രദമാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ക്രൈസ്തവരെല്ലാം അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറുക്കുകയും ഹൃദയലാളിത്യത്തോടെ ആഹ്ലാദത്തോടു കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സമൃദ്ധിക്കും പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നതുവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരണം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരണം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരണം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവ് എന്റെ സഹായത്തിനെത്തി. കർത്താവ് എന്റെ ബലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയർന്നു. കർത്താവിന്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന് നന്ദി അർപ്പിക്കും, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തോമ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവ് അങ്ങേക്ക് മഹത്വം.
ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, പൊന്നു കർത്താവ് തന്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു. ഭയവികുലരായ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പാപമോചനത്തിന്റെ കൂദാശ പരികർമ്മം ചെയ്യുവാൻ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചു. രോഗപീഠകളാലും ഭയത്താലും അസ്വസ്ഥതകളാലും ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും നിരാശകളിലും അകപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം. കുടുംബങ്ങളിലും ഈ ബലിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പൊന്നു കർത്താവിന്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ദൈവം ഇതാ തന്റെ പീഡാസനവും കുരിശുമരണവും കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഭയവിപുലരായ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. യേശു നൽകുന്ന ഈ സമാധാനത്തിന് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ, അഗ്നി വ്യാപിക്കട്ടെ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി വ്യാപരിക്കട്ടെ. എല്ലാ പാപത്തിന്റെ അന്ധകാര ശക്തികളിൽ നിന്ന്, രോഗദുരിതങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, സാമ്പത്തിക തകർച്ചയിൽ നിന്ന്, ജീവിത പ്രശ്നങ്ങളിൽ നിന്ന്, ദുഷ്ട മനുഷ്യരിൽ നിന്ന്, ദുഷ്ടശക്തികളിൽ നിന്ന് അങ്ങേ ജനത്തെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങയുടെ തിരുരക്തം വിലയായി നൽകി വീണ്ടെടുത്ത ഈ മക്കളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കൃപ ധാരാളം വർഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ചെയ്യുന്നു ഞാൻ ഒരു ബലി വസ്തുവാൻ അൾത്താരയിൽ നാദം എന്നെയും അർപ്പണം ചെയ്യുന്നു ഞാൻ. അപ്പവും വീഞ്ഞുമുയർത്തുമി വേളയിൽ കാഴ്ചയായി നൽകുന്ന ജീവിതം ഞാൻ. അപ്പവും വീഞ്ഞുമുയർത്തുമി വേളയിൽ കാഴ്ചയായി നൽകുന്ന ജീവിതം ഞാൻ. ഒരു ബലി വസ്തുവാൻ അൾത്താരയിൽ നാദം എന്നെയും അർപ്പണം ചെയ്യുന്നു ഞാൻ. നിൻ തിരുരക്തമായി തീരുമി വീഞ്ഞിലും കണ്ണുനീർ തുള്ളികൾ കലർത്തിടട്ടെ. നിൻ തിരുരക്തമായി
മലർത്തിടട്ടെ നിൻ തിരുമേനിയും തിരുമേയപ്പത്തിൽ എന്നാത്മദാനം ഞാൻ കണ്ടിടട്ടെ നിൻ തിരുമേനിയും തിരുമേയപ്പത്തിൽ എന്നാത്മദാനം ഞാൻ കണ്ടിടട്ടെ. സഹോദരെ, ഞാനും നിങ്ങളും ഒന്നു ചേർന്നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ ദിവസവും മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കും ലോകം മുഴുവന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യപൂർവം സ്വീകരിക്കണമേ. അങ്ങേ അനന്തമായ കാരുണ്യത്തിന്റെ ശക്തി ഈ ബലിയിലൂടെ അങ്ങയുടെ മക്കൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുസിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ പ്രകീർത്തിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടെന്നാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് അവർ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടി നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ ബലിയർപ്പിക്കാം. ഈശോയുടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും അവിടുത്തെ കരുണയുടെ ശക്തി നമുക്ക് അനുഭവിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് അവരോട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുമേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവ്, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഏറ്റവും താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ ദാസനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അഭിവന്യ വിൻസെന്റ് സാമുവൽ തിരുമേനിയോടും വൈദിക ഗണത്തോടും സഭയിലെ സമർപ്പിത സഹോദരീ സഹോദരന്മാരും വൈദിക വിദ്യാർത്ഥികളും സന്യസ്താർത്ഥികളും അൽമായ പ്രേക്ഷിതരും വിശ്വാസികളും ഈ കാലയളവിൽ ദുരിതങ്ങളും വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടുകളുമായി അലയുന്ന അങ്ങയുടെ സമസ്ത മക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരർ, ബന്ധുമിത്രാദികൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, ആരാലും പ്രാർത്ഥിച്ച് സഹായിക്കുവാനില്ലാത്ത ആത്മാക്കളെ, അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ ആനയിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അവളുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ ഈശോയുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയോടും കാലാകാലങ്ങൾ അങ്ങേ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും പ്രിയ സഹോദരങ്ങളെ, ഈശോ ഇങ്ങനെ നമ്മെ ഉദ്ബോധിപ്പിച്ചു. എന്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. മനസ്സലിവുള്ള, കരുണ തോന്നുന്ന, സ്നേഹനിധിയായ ദൈവത്തെ ഈശോയുടെ നാമത്തിൽ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ ഈശോ നമ്മെ പഠിപ്പിച്ചു. അവിടുത്തെ വത്സലമക്കളായ നമുക്ക് ഈ കാലയളവിൽ കൊറോണ രോഗം മൂലം വേദനിക്കുന്ന സകല മക്കളെയും, പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിന്റെ പേരിൽ ദുഃഖിച്ച് തളർന്നിരിക്കുന്നവരെയും, സാമ്പത്തിക മേഖലകൾ തകർന്ന തരിപ്പണമായി ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നവരെയും, വിവാഹപ്രായമെത്തിയ മക്കളുടെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് വിവാഹം നടത്തുവാൻ സാധിക്കാതെ ഈ കാലയളവിൽ വളരെയേറെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെയും, വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണയുടെ കരം നമ്മുടെ മേൽ സ്പർശിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ കരത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും സകല വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും ലഭിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. No.
നീക്കും കുഞ്ഞാടി കനിയണേ ഞങ്ങളിൽ ലോകപാപങ്ങൾ നീക്കും കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് അവിടുത്തെ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കു സ്വരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അരൂപിയുള്ള ഈശോയെ ഇപ്പോഴും സ്വീകരിക്കുക. ഈ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കാൻ പറ്റാത്ത നമുക്ക് സഭ അനുവദിച്ച് നൽകിയിരിക്കുന്ന ഈ ഇളവ് പ്രയോജനപ്പെടുത്തി അരൂപിക്കടുത്ത ഒരുക്കത്തോടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. ഈ പ്രാർത്ഥനയിൽ ഒന്നുചേരുക. ഓ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ ധന്യമായി എഴുന്നള്ളിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനും നാഥാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനും നാഥാ. ഈ ജീവിതമെന്തിനും നാഥാ. പുലരിയിൽ ഭൂവാളം പാടിയുയർത്തുന്ന കിളികളോടൊന്നു നാർത്തു പാടാം. പുലരിയിൽ ഭൂവാളം പാടിയുയർത്തുന്ന കിളികളോടൊന്നു നാർത്തു പാടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങേ അളവറ്റ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ നല്ല ദിവസത്തിൽ അങ്ങയുടെ കരുണയുടെ കരം ഞങ്ങളിലേക്കും ഞങ്ങളുടെ തലമുറകളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും ലോകം മുഴുവനും പതിയട്ടെ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വേദനകൾ, ഈ കാലഘട്ടത്തിലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. പൊന്നു തമ്പുരാനെ, സകല മനുഷ്യരും നിന്റെ കരുണയാൽ ഈ ലോകത്തിലെ സകല ദുരിതങ്ങളിൽ നിന്നും കരകയറുവാനിടയാക്കണമേ. വിശിഷ്യ കൊറോണ വൈറസിന് ഈ ബലിയുടെ യോഗ്യതകളാലും അങ്ങേ തിരുരക്തത്തിന്റെ ശക്തിയാലും നിർവീര്യമാക്കുവാൻ കഴിയണമേ. ഈ ബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെയും
ലോകം മുഴുവനെയും അങ്ങയുടെ കരുണയാൽ കാത്തുകൊള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എല്ലാവർക്കും കരുണയുടെ തിരുനാളിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഈശോയുടെ വലിയ കരുണ നിങ്ങളിലും നിങ്ങളുടെ തലമുറകളിലും എന്നും നിലനിൽക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവേ, നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താലെന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ. സ്നേഹിതർക്കു വേണ്ടി സ്വന്തം ജീവനെ ഏകിടുന്നതിൽ പരം സ്നേഹമോ, പാപിയായ മർത്യനായി പോലുമോ ജീവനേകിടും മകൻ സ്നേഹമേ. എന്നേശുവേ, നീ എത്ര നല്ലവൻ, നീ എത്ര കാരുണ്യവാൻ, നിൻ സ്നേഹമോർത്താലെന്തൊരത്ഭുതം, ഓ നിത്യമാം സ്നേഹമേ.